മനസ്സിലാക്കണം. ഇന്നിപ്പം കേരള സർവകലാശാല, കേരള ആണോ എം ജി ആണോ, എം ജി ആണെന്ന് തോന്നുന്നു, സർവകലാശാലയുടെ കേരള സർവകലാശാല ആ കലോത്സവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇൻതിഫാദ് എന്ന് പറയുന്ന ഒരു സംഭവം, അത് ശരിക്കും പറഞ്ഞാൽ ഹമാസ് പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു കാര്യമാണ്. ശരിക്കും എനിക്ക് ചോദിക്കാനുള്ളത്, ഇവന്റെയൊക്കെ ആരാണ് ഈ ഹമാസിലും അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഇരിക്കുന്നതെന്നാണ് ചോദിക്കാനുള്ളത്. അമ്മാവന്മാരോ അല്ലെങ്കിൽ ചേട്ടന്മാരോ അനിയന്മാരോ ഒക്കെയാണോ എന്നുള്ളത്. മറ്റൊരു രാജ്യത്തിലെ അവരുടെ പ്രശ്നങ്ങൾക്കുള്ളിൽ, നമ്മുടെ രാജ്യത്ത് ഇന്ന് ഇവന്മാർക്ക് ജീവിക്കാനോ പ്രശ്നങ്ങളിലൊന്നും യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. ജീവിതത്തില് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും അങ്ങേയറ്റം എൻജോയ് ചെയ്തിട്ട് ഇവന്മാര് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിലാണ് ഈ രാജ്യത്തിനകത്ത് ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ട് ഈ പണി കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞ ഇവനേക്ക് എന്താണ് ചെയ്യേണ്ടത്? അത്രയ്ക്ക് അരിശം തോന്നുന്നുണ്ട്. അവനൊരു രാജ്യത്തിരുന്നുകൊണ്ട് മറ്റൊരു രാജ്യത്തിന് വേണ്ടിയിട്ട് അവനവന്റെ രാജ്യത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഈ ഇവന്മാരെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും മനസ്സിലാകുന്നില്ല. അതേ രീതിയിലുള്ള കാര്യമാണ്. അത്രയ്ക്ക് അരിശം തോന്നുന്ന ഒരു സംഭവമാണ് ഇതിപ്പോ നമ്മുടെ കലാലയങ്ങളിൽ SFI പോലെയുള്ള പ്രസ്ഥാനങ്ങൾ കൊണ്ടുവന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിള്ളേരെ സംബന്ധിച്ച് അങ്ങേയറ്റത്തെ വോക്കിസവും, പിള്ളേർക്കിപ്പം എന്തുവാ പറയുന്നേ, സഹോദരങ്ങളെ കൂട്ടത്തിലുള്ളവരെ ഏത് തരത്തിലാണ് കാണേണ്ടതെന്ന് പറയുന്ന പോലൊരു തിരിച്ചറിവ് പോലും ഇല്ലാത്ത ഒരു ഘട്ടമായി മാറിയിരിക്കുന്നത് കാണാം. എവിടെ നോക്കിയാലും നമ്മുടെ ചെറു സ്കൂളുകളിൽ പോലും പിള്ളേർ ഗ്യാങ്ങായിട്ട് കൂടി നിന്ന്, പണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകള് കാണാൻ പോലും നമുക്ക് കിട്ടില്ലായിരുന്നു. പക്ഷെ ഇന്ന് വളരെ പരസ്യമായിട്ടാണ് പിള്ളേര് പെയർ കൂടി ഓരോരുത്തടുത്ത് ഇരിക്കുകയും നിൽക്കുകയും അല്ലെങ്കിൽ അവരവരുടെ എൻജോയ്മെന്റ് എങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നത് കാണുകയും ചെയ്യുന്നത്. അപ്പൊ ശരിക്കും ഇവര് വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു SFIയുടെ മെയിനായിട്ടുള്ള ഒരു ആവശ്യം അങ്ങനെയാണല്ലോ, ഫ്രീ ആയിട്ട് പ്രണയിക്കുക, ഫ്രീ ആയിട്ട് എല്ലാം ആസ്വദിക്കുക. അത് ആ ഒരു തരംഗത്തിലേക്ക് നമ്മുടെ പിള്ളേരെ എല്ലാവരും വഴുതി വീഴുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. പിന്നെ രണ്ടാമത് ഡ്രഗ്. ഇത് എവിടെ ഏത് തരത്തിലുള്ള ഒരു ഇത് പിടിച്ചാലും, ഒരു കേസ് പിടിച്ചാലും അതിലെല്ലാം കണക്ഷൻ എവിടേക്കാണ് ചെല്ലുന്നത്, ആരാണ് ഉള്ളതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഇപ്പം ഏതിന് നോക്കിയാലും അറിയാം ഇതിനകത്തിൽ ഈ വക കാര്യങ്ങളിൽ പെട്ട ഒരെണ്ണമെങ്കിലും ഇല്ലാതിരിക്കില്ല. ഒന്നുകിൽ DYFIയിലേക്ക് പോകും, അതല്ലെങ്കിൽ നമ്മുടെ പ്രത്യേക അണ്ണന്മാരുടെ വിഭാഗത്തിലേക്കും കൊണ്ടുപോകുന്നതാണ് ഈ ഡ്രഗ് എന്ന് പറയുന്ന ഒരു സംഗതി. ഇപ്പം ഡ്രഗും ഓക്കിസവും നമ്മുടെ കുട്ടികളെ, യുവതലമുറയെ മോശപ്പെടുത്താവുന്നതിന്റെ അങ്ങേ അറ്റത്തെ ഒരു രീതിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അത് കേരളത്തിൽ ഇച്ചിരി, മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഇത്തിരി വളരെ കൂടുതലാണ്. കേരളത്തിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം എല്ലാവരും ആഘോഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വലിയ അതാണ്, കേരളത്തിലെ കുട്ടികൾക്ക് ലാപ്ടോപ്പും സ്കൂളുകളിൽ ലാപ്ടോപ്പും നോട്ട്ബുക്കും ഏതാണ്ടൊക്കെ ഒരുപാട് വന്ന് കുമിഞ്ഞുകൂടി കിടക്കുന്നതിൽ 1-ാം സ്ഥാനം. ശരിക്കും പറഞ്ഞാൽ ഈ ഇൻഡെക്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതാത് സ്റ്റേറ്റുകളിൽ നിന്ന് നേരിട്ട് വന്ന് ഡേറ്റാസ് എടുക്കുന്നതല്ല. ഇപ്പൊ അവരൊരു സർവേ നടത്തുമ്പം ആ ഡേറ്റാസ് നമ്മൾ ഫില്ല് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് ഡേറ്റാസ് വരുന്നത്. സ്വാഭാവികമായിട്ടും കേരള സംസ്ഥാനത്തെ സംബന്ധിച്ച് ഒരിച്ചിരി നേരത്തെ മുതലേ വിദ്യാഭ്യാസപരമായിട്ട് ഒരുപാട് മുൻപന്തിയിലാണ്. അത് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ UDF ഗവൺമെന്റിന്റെ ഒരു ബെനിഫിറ്റ് അല്ല, അവരുണ്ടാക്കിക്കൊണ്ട് വന്ന ഒരു നേട്ടമല്ല എന്നുള്ളത് പലതവണ പറഞ്ഞതാണ്. വീണ്ടും ആവർത്തിക്കുകയാണ്, ഈ നേട്ടം അവരുടെ നേട്ടമല്ല. കാരണം ഇവിടെ ചാവറ ഏലിയാസ് കുര്യാക്കോസ് അച്ഛനെ പോലെയുള്ളവര് മുതൽ നമ്മുടെ കേരളത്തിന്റെ സാക്ഷരതയുടെ പിതാവ് എന്ന അദ്ദേഹത്തിനെയാണ് അറിയപ്പെടുന്നത്. തന്നെയല്ല, അതിനു മുമ്പേട്ട് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഒരു പിടി സാമൂഹിക പ്രവർത്തകര് അല്ലെങ്കിൽ നവോത്ഥാന പ്രവർത്തകര്, നവോത്ഥാനം ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പബ്ലിഷ് ചെയ്തു വന്ന നമ്മുടെ ബംഗാളിനോടൊപ്പം തന്നെ അതിനെ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ച ഒരു സംസ്ഥാനം, ഒരു പ്രദേശമായിരുന്നു അന്ന് കേരളം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കുണ്ടായിട്ടുള്ള നമ്മുടെ ഈ നവോത്ഥാന നായകന്മാര്, അവര് അശ്രാന്തം പരിശ്രമിച്ചതും ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളതും നമ്മുടെ നാട്ടില്
ഈ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതിന്റെ ഫലമായിട്ട് ഒരു മുൻഗണന അന്നേ ഈ ഇതാകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സ്റ്റേറ്റുകൾ ജോയിൻ ചെയ്ത് യൂണിയൻ ആകുന്നതിന് മുൻപ് തന്നെ ഒരു ഡേറ്റാസ് എടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ തിരുക്കൊച്ചി അല്ലെങ്കിൽ മലബാർ റീജിയനെ ഒഴിച്ചു നിർത്തിയാൽ തിരുക്കൊച്ചി ഭാഗത്തിനെ സംബന്ധിച്ച് ഒരു വമ്പൻ മുന്നേറ്റം അന്നേ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇന്നിപ്പം ലാപ്ടോപ്പിന്റെയും നോട്ട് ബുക്കിന്റെയും ഒക്കെ കണക്ക് പറയുമ്പം ഒരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അന്നേ നമ്മുടെ പ്രവാസി അപ്പൊ എൻ്റെ അച്ഛൻ പട്ടാളം കഴിഞ്ഞതിന് ശേഷം പ്രവാസിയായത് 15 വർഷങ്ങളോളം പുള്ളിക്കാരൻ പ്രവാസ ജീവിതവും നയിച്ചൊരു വ്യക്തിയാണ്. അപ്പം ഞങ്ങൾക്ക് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ക്യാഷ് കൊണ്ട് തന്നെയാണ്. അപ്പൊ അതേപോലെ തന്നെ കേരള സംസ്ഥാനത്ത് നിന്നും ഇവിടെ നിന്നും കുറേ ആൾക്കാർ ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ ഫോറക്സ് വന്നുകൊണ്ടിരുന്ന ഒരു നമ്മുടെ എന്തുവാ സംസ്ഥാനം കൂടി നോക്കിയാൽ കേരളമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഘട്ടങ്ങളൊക്കെ നോക്കിയാൽ ഈ ഒരു കിട്ടാവുന്ന ഒരു ബെനിഫിറ്റ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രവാസികൾ ഉണ്ടാക്കിയെടുത്ത സാമ്പത്തിക മുന്നേറ്റവും അതുപോലെ തന്നെ നമ്മുടെ പൂർവ്വസൂരികളായിട്ടുള്ള ആൾക്കാർ ചെയ്തു വന്ന വിദ്യാഭ്യാസത്തിലുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഈ സ്റ്റേറ്റിനെ അന്നും മുന്നിലേക്ക് നയിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്നിപ്പോ കിട്ടുന്ന ഡേറ്റാസ്, അവർ കൊടുക്കുന്ന ഡേറ്റാസ് നമ്മൾ കണ്ടായിരുന്നു കോവിഡ് കാലഘട്ടങ്ങളിൽ. ആദ്യ കാലഘട്ടങ്ങളിൽ കോവിഡിന്റെയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര റെക്കോർഡായിരുന്നു കേരള സംസ്ഥാനത്തിന്. ഉറങ്ങാത്ത അമ്മ ഏറ്റവും വലിയ, അതായത് നമ്മുടെ മെഡിക്കൽ ലോകം, ഒരു മനുഷ്യന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഭാഗത്ത് പോലും അങ്ങേയറ്റത്തെ അഴിമതിയിൽ നിറച്ചു വെച്ച ഒരു സ്ത്രീ കൊണ്ട് നടന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ്. അപ്പൊ അവരൊക്കെ അന്ന് കൊടുത്ത ഡേറ്റാസ് വളരെ ഒക്വേർഡ് ആയിട്ടും കൃത്രിമപരമായിട്ടും അല്ലെങ്കിൽ തെറ്റുകൾ നിറഞ്ഞ ഡേറ്റ കൊടുത്തത് കൊണ്ട് ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല ലോക രാജ്യങ്ങളിലെല്ലാം കേരളത്തിൽ ഏതാണ്ട് കോവിഡിന്റെ കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോയി എന്നുള്ള ഒരു എന്താ പറയുന്നേ ഒരു നറേഷൻ സൃഷ്ടിച്ചെടുക്കാൻ കേരളത്തിലെ PR വർക്ക് ടീമുകൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ വന്ന് നമ്മൾ ഘട്ടങ്ങളിൽ കണ്ടത് ഈ PR വർക്ക് ടീമിനെ മറികടന്നുകൊണ്ട് കേന്ദ്ര സർക്കാർ നല്ല ഒന്നാന്തരം ഒരു പ്രോജക്റ്റ്, ഒരു പദ്ധതി ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുട്ടികൾ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം ഉൾപ്പെടെയുള്ള സഹായങ്ങള്, അതുപോലെ തന്നെ കോവിഡുമായി മരണപ്പെട്ടവർക്ക് സാമ്പത്തിക സഹായങ്ങളും ഒക്കെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തില് നമ്മുടെ കേരളം കൊടുത്തിരുന്ന കോവിഡ് ഡേറ്റാസ് വളരെ മാനിപ്പുലേറ്റഡും മിസ്ലീഡിങ്ങുമായിരുന്നു എന്ന് കാണാൻ സാധ്യതയായി. അപ്പൊ പെട്ടെന്ന് അവിടുന്ന് ഇവിടുന്ന് എല്ലാം അവർ തിരുത്തി അയക്കാൻ തുടങ്ങി കേന്ദ്രത്തിന്. കാരണം ഇങ്ങനെ ഒരു പദ്ധതി വന്നില്ലായിരുന്നെങ്കിൽ അന്ന് ഇന്നും തീർച്ചയായിട്ടും ഈ ഒരു നറേഷനിൽ നമ്മളങ്ങ് പോകും. കോവിഡ് വന്നപ്പോൾ കേരള സംസ്ഥാനം ഏതാണ്ട് വലിയ സംഭവങ്ങൾ ചെയ്തു. ഇതറിഞ്ഞ ഘട്ടം ഇങ്ങനെ പദ്ധതികൾ വന്നപ്പോൾ അതിന്റെ നേട്ടം അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇവർ കാണിച്ച ഈ പന്നത്തരം കൊണ്ട് ആൾക്കാർക്ക് ഇത് കിട്ടാതെ പോകരുത്, അപ്പൊ തിരുത്തി അയക്കേണ്ട ആവശ്യകതയുണ്ടല്ലോ. പിന്നെ കണ്ടത് കേരളമാണ് ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും മോശമായ രീതിയിൽ കോവിഡിനെ കൈകാര്യം ചെയ്തതെന്നും കോവിഡ് മരണത്തിൽ പോലും 1-ാം സ്ഥാനത്തേക്ക് കേരളം എത്തുന്ന ഒരു കാഴ്ചയുമാണ് നമ്മൾ കണ്ടത്. സെയിം കാര്യം തന്നെയാണ് എനിക്കിപ്പോ ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഇവർ വാങ്ങിച്ചിരിക്കുന്ന ഈ നേട്ടം എനിക്ക് പറയാനുള്ളത്.